കേരളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഷോയുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന എല്ലാ കള്ളക്കളികളും പൊളിച്ചടുക്കിക്കൊണ്ട് അഖിൽ മാരാർ, നമ്മുടെ അഖിലേട്ടനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ലൈവ് അപ്ലോഡ് ആക്കിയതിന് ശേഷമാണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ വൈറലായി ഒരുപാട് ആളുകൾ ഇതിനെ ചർച്ചാ വിഷയമാക്കി. കാരണം അത്രത്തോളം റിലവൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ അതിനായിട്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതിന് മുമ്പാണെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, റോബിൻ ചേട്ടനാണെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആടിനെ പട്ടിയാക്കുക, പട്ടിനെ ആടിയാക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നുള്ളത്. എക്സാക്ട്ലി. ആൻഡ് അത് മാത്രമല്ല ആ ബിഗ് ബോസ് ഷോയുടെ പിന്നാമ്പുറത്ത് നടക്കുന്നത്, ആൻഡ് അതിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം വളരെ കൃത്യമായിട്ട് അഖിലേട്ടൻ പറയുന്നുണ്ട്. ഇപ്പം ഒരു ലിമിറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഉടായ്പകളുടെ പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് അഖിലേട്ടൻ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ പലരും ആ ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കും, ഇതെന്താണ് ബിഗ് ബോസിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന വലിയ മാഫിയ സംഘമാണോ ഇത്? ഒരാളുടെ ഹെൽത്തിന് ഒരു പ്രാധാന്യമില്ല, ഒരാളുടെ ലൈഫിന്, ജീവിതത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല നിങ്ങളാരും. എന്തായാലും അഖിലേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവമാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ, അതായത് നമ്മൾ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്, ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ? ഇതിനകത്ത് അഖിലേട്ടൻ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന സിബിൻ ചേട്ടനെ മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ശേഷം അതുപോലെ ബൈപ്പോളർ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളത്. ആൻഡ് അത് നിൽക്കട്ടെ, ഇപ്പുറത്തെ ഒരു സൈഡിലൊരു സാധനം പറയുന്നില്ലേ, ഇതിൻ്റെ ഡയറക്ടറിൻ്റെ കാര്യം. നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് സിബിൻ ചേട്ടനെ പുറത്താക്കിയ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ ഇതിന് മുമ്പുള്ള എല്ലാ ഷോ ഡയറക്റ്റ് ചെയ്തേക്കുന്ന, ഇതിനുള്ള എല്ലാ സീസണുകളും ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഡയറക്ടർ മാറി വന്നിട്ടുള്ള ഒരു സീസൺ ആണോ ഇത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം മുമ്പത്തെ സീസണുകളിൽ ഒന്നും കാണാത്ത ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സീസണിൽ കാണുന്നുണ്ട്. ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു ടാഗ് ലൈൻ്റെ അല്ല. കാര്യം ഈ ഒരു ഷോയുടെ ഒരു പകുതിയിൽ കൂടുതൽ ആണെങ്കിൽ വന്നിരുന്ന കണ്ടൻസ് എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളായിരുന്നു. അത് അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ കുഴപ്പങ്ങളായിരുന്നു. പിന്നീട് അതിന് എല്ലാം മാറ്റം ഉണ്ടാക്കിയത് വൈൽഡ് കാർഡുകൾ വന്നു. സിബിൻ ചേട്ടൻ എങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ക്വാളിറ്റി ആ ഒരു ഷോയ്ക്ക് വന്നു തുടങ്ങി. പിന്നീട് ഇതേ ക്വാളിറ്റി തകർച്ചയിലേക്ക് പോയതിൻ്റെ ഒരേ ഒരു റീസൺ ബിഗ് ബോസ് അവിടെ കാണിച്ചു കൂട്ടിയ കുറേ നാറിയ കളികളായിരുന്നു. ഓക്കെ, ബിഗ് ബോസ് തന്നെ ഒരു മെൻ്റൽ ഗെയിം കളിക്കാൻ ശ്രമിച്ചു. അത് കാരണമാണ് അതിൻ്റെ ക്വാളിറ്റി പോയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡയറക്ടർ ആരാണോ അയാളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം സിബിൻ ചേട്ടനാണെങ്കിലും വന്ന് ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിൻ്റെ മൈൻഡ് ഗെയിമായിട്ട് എനിക്ക് കളിക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമാണ്, അത് ഭയങ്കര ഒരു സാധനമാണ് എന്നുള്ള രീതിയിലേക്ക് സിബിൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് അഖിലേട്ടൻ പറയുന്ന ആദ്യത്തെ ആ ഒരു കാര്യം, ഇതിനകത്ത് നമ്മുടെ സിബിൻ ചേട്ടൻ പിന്നീടാണെങ്കിൽ ഒരു ഇതിന് ഓൺലൈൻ മീഡിയാസിന് ഒരു ബൈറ്റ് കൊടുത്തതിന് ശേഷം ലൈവിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനകത്ത് അദ്ദേഹത്തിന് കോൺഫിഡൻഷ്യലായിട്ട് പല കാര്യങ്ങളുള്ളതുകൊണ്ട് അത് തുറന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് അഖിലേട്ടൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാര്യം ഇവർക്ക് എഗ്രിമെൻറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരാളെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കാക്കാം. ഓക്കെ, ഒരാളെ പുറത്തേക്കാക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് മാനസിക രോഗമാണെന്ന് നിങ്ങൾ എന്തിനാണ് ചിത്രീകരിക്കുന്നത്? വേറെ എന്തൊക്കെ വഴികൾ നിങ്ങൾക്കുണ്ട്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ അവിടെ ഒരുപാട് ഡ്രാമകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്രിപ്റ്റഡ് അല്ലെന്ന് പറഞ്ഞിട്ട് പല സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് പുറത്തേക്കാക്കാം. പക്ഷേ ഒരാൾ മാനസിക രോഗിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾക്ക് പുറത്തിറങ്ങിയിട്ട് വേറെ ലൈഫില്ലേ? ഇനി ജീവിതകാലം മുഴുവൻ അയാളെ ഒരു മാനസിക രോഗിയായിട്ടല്ലേ ബാക്കിയുള്ള ആളുകൾ കാണുക. ആൻഡ് ബൈപ്പോളർ ഡ്രഗ്സ് കൊടുക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഷോയിലൂടെ പറയുന്നുണ്ട്, ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നൊരു സാധനം ആ ഒരു ഷോയിൽ വെച്ച് പുലർത്തില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഇതേ ബിഗ് ബോസ് ടീം തന്നെ ഫിസിക്കൽ അസോൾട്ട് ഒരു ഡ്രഗിൻ്റെ രൂപത്തിൽ നിങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരാളെ ഫിസിക്കലി മെൻ്റലി നിങ്ങൾ അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഷോയിൽ നിന്ന് പുറത്താക്കാൻ നിൽക്കുകയാണ്. പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന കാര്യം അയാൾക്ക് മാനസിക രോഗമാണ്, പോരാ തന്നെ ഇതുപോലെ ബൈപ്പോളർ ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്യാണ്. ഇവിടെ എന്തോന്നറിയാം ഈ കാണിച്ചു കൊടുക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഒരാൾ വിശ്വസിച്ച് ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് എങ്ങനെയാണ് ഒരു കണ്ടസ്റ്റൻറ്റ് വരുന്നത്? നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന മെഡിസിൻ എങ്ങനെയാണ് ഒരാൾ കണ്ണും പൂട്ടി വിശ്വസിച്ച് അത്, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്ന മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്? എന്തോന്നറിയാം ഇതൊക്കെ? ബാക്കിയും കൂടെ എന്തായാലും അഖിലേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്ലേ ചെയ്യാം. എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത്, ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി, അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നു എന്ന് കണ്ട നിമിഷം
അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ്. അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും, അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തി ചെയ്യും. ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച സിബിനെ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോട്ടത്? നീ ഇത്രേ ഉള്ളായിരുന്നോ? കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നത് എന്നെ കൽപ്പിക്കുക ചെയ്ത്? അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു. ഏശാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന്? സാബുമോനെ പോലെ ഒരാളെ സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് പേളിമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു. അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്ന് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുന്നുള്ള കാര്യം. ഇത് തന്നെ എല്ലാ ബിഗ് ബോസ് സീസണും നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആരാണോ ആ ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. ആൻഡ് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുപോലുള്ള ആളുകളുടെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് അഖിലേട്ടൻ്റെ കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹൈ ലെവലുള്ള സാധനമായിരുന്നു. പക്ഷേ അഖിലേട്ടൻ ആയതുകൊണ്ട് അഖിലേട്ടൻ്റെ അടുത്ത് ആ പരിപാടി ഒന്നും നടന്നില്ല. കാര്യം ബിഗ് ബോസിൽ നിന്നും അന്ന് അഖിലേട്ടനാണെങ്കിൽ വിന്നറായ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ബിഗ് ബോസിൽ അഖിലേട്ടനെ വിൻ ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിരുന്ന രാഷ്ട്രീയത്തിൽ നിന്നും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നും പഠിച്ച പണി 18 അവർ പയറ്റി നോക്കിയിരുന്നു. പക്ഷേ അഖിലേട്ടനായതുകൊണ്ട് അവർക്കതിന് സാധിച്ചില്ല. കാര്യം വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വിന്നറെ ഉണ്ടാവുക. പിന്നെ അവിടുന്ന് ഏതൊക്കെ രീതിയിൽ അഖിലേട്ടനെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിൻ്റെ അഖിലേട്ടനായതുകൊണ്ട് അതിനെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് അവിടെ ആ ഒരു പരിപാടി നടത്തില്ല. ഇപ്പം സിബിൻ ചേട്ട കേസിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വൈൽഡ് കാർഡ് വന്നു, ഇത്രത്തോളം പ്രേക്ഷക പിന്തുണ കിട്ടി, ഇത്രത്തോളം സപ്പോർട്ട് കിട്ടി, ഇത്രത്തോളം ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടു, എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു എൻ്റർടൈനർ ആയിരുന്നു. അപ്പോൾ ആ ഒരാളെ മാനസിക രോഗിയാക്കിയിട്ട് നിങ്ങൾ പുറത്തേക്കാക്കാൻ നിന്ന് നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികളുണ്ട് കഴിഞ്ഞ സീസണിൽ. ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട്, മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. അത് ഇമാതിരി പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിലേക്ക് ഇത്രയും ആളുകൾക്ക് അവസരം കിട്ടുന്ന അത്രത്തോളം അവർ കഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ അത്രത്തോളം അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അത്രത്തോളം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതിൻ്റെ പേരിൽ ഇതൊന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ മുന്നിൽ ഈ പറയുന്ന ബിഗ് ബോസ് ഷോ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത്രത്തോളം കഠിനമായിട്ടുള്ള ഓഡീഷൻസിലൂടെയാണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നുമല്ല, ഒരു സ്ത്രീ ഇതുപോലെ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനെ കൊണ്ട് ഒരു സ്ത്രീ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബിഗ് ബോസിലേക്ക് വരാം. അവരെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. പോരാത്തതിന് പൈസയുടെ കേസിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ 3 ഇരട്ടി ശമ്പളം കിട്ടുന്നുണ്ട്. അതിലൊരു ശതമാനം ഇവർക്ക് കമ്മീഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് കയറാമല്ലേ? എന്തോന്നറിയാം നിങ്ങളെ കാണിച്ചു കിട്ടുന്നത്. അപ്പം ഈ ഒരു സ്ത്രീകളുടെ കേസ് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഈ ഒരു സീസണിൽ സപ്പോർട്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന ആരാണ്? ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഈ ഒരു ഷോ ഫിക്സഡ് ആണെന്നുള്ളത് ഒരിക്കലും ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു ഷോയുടെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ആ ഒരു വ്യക്തിയെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അയാൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ഒരു ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ആർക്കാണ്? അപ്പോൾ ഈ സപ്പോർട്ട് കിട്ടുന്ന ഈ ഒരു വ്യക്തിയും ഈ ഷോയുടെ ഡയറക്ടറും തമ്മിൽ എന്താണ് ബന്ധം? അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കരാറ് എന്ത്? ഓക്കെ, അല്ലെങ്കിൽ പിന്നെ വേറൊരു കണ്ടസ്റ്റൻസിന് കിട്ടാത്ത ഒരു പ്രിവിലേജ് എങ്ങനെയാണ് ഈ ഒരു കണ്ടസ്റ്റൻറ്റിന് മാത്രം കിട്ടുന്നത്? ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം വ്യക്തിഹത്യ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, ഈ ഒരു കേസ് എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനും ഇല്ലാത്തൊരു പ്രിവിലേജ്, ഇതുവരെ ഒരു സീസണുകളിലും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റിനും ഒരു സീസണുകളിലും ഒരു കണ്ടസ്റ്റൻറ്റിന് കിട്ടിയിട്ടില്ലാത്തൊരു പ്രിവിലേജ് ഈ ഒരു കണ്ടസ്റ്റൻറ്റിന് കിട്ടുമ്പോൾ ഇതിൻ്റെ ഡയറക്ടറും ഇവരും തമ്മിൽ എന്താണ് ബന്ധം? എന്തായാലും ബാക്കി കൂടെ കാണാം. നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട്, അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകുന്ന ഒരു ഷോ. ഇതിനകത്ത് അഖിലേട്ടൻ മെൻഷൻ ചെയ്തേക്കുന്നത് പെണ്ണുങ്ങളെ, അതായത് എല്ലാ പെണ്ണുങ്ങളും ഉൾപ്പെടുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പേര്, അല്ലെങ്കിൽ ഏത് സ്ത്രീകളാണെന്നുള്ള അവരുടെ പ്രത്യേകം പേരുകൾ പറയണമെന്ന് പല ആളുകളും കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ അവരുടെ സ്ത്രീകളുടെ പേര് എന്തിനാണ് ഇവിടെ പറയേണ്ടതായിട്ട് വരുന്നത്? ഇതിന് ആവശ്യപ്പെടുന്ന വ്യക്തികളാരാണോ അവരുടെ പേരല്ലേ പറയേണ്ടത്? കാര്യം നമ്മളൊരു ന്യൂസിനകത്താണെങ്കിൽ ഒരു റേപ്പ് കേസ് കണ്ടു കഴിഞ്ഞാൽ ഒരു വിക്ടിമിൻ്റെ ഫോട്ടോസും വീഡിയോസും അല്ലല്ലോ നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കാണുന്നത്. ആ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഇതിനൊക്കെ ആവശ്യപ്പെട്ടുള്ള വ്യക്തികളുടെ പേര് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടത്. ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ്. അവൻ ഇന്ത്യയിൽ അവനെ തട്ടിക്കളയും, അവൻ ഇന്ത്യയിൽ അവനെ തൊലിച്ചു കളയും. ഈ കോൺട്രാക്ട് ഉണ്ട്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതായിട്ട് വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കി ഞാൻ പറഞ്ഞു, ചാനലിന്റെ പേര് സുപ്രീം കോടതി അല്ലല്ലോ, അവരുടെ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ്, അങ്ങനെ സംസാരിക്കുന്നത്, അതിങ്ങനെ സംസാരിക്കരുത്. അല്ല, ഈ കോൺട്രാക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ട്, അപ്പോൾ ലീഗലി മൂവ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഈ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കോൺട്രാക്ട് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും, പിടിയും, ഇടിയും എന്നൊക്കെ പറയുന്ന പോലെ ഇതെന്തോന്നും ഗുണ്ടായിസോ? ബിഗ് ബോസ് ഷോയിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അയാളെ തട്ടിക്കളയുമോ?
ബിഗ് ബോസ് ഇത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോർപ്പറേറ്റ് കമ്പനി നിങ്ങളുടെ ഈ ഒരു കോർപ്പറേറ്റ് ചാനലിലൂടെ നിങ്ങൾ ഇത്തരം ഒരു ഷോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്തുമായിക്കോട്ടെ, ഇത് ബിഗ് ബോസിൻ്റെ മാത്രം കുഴപ്പമല്ല സുഹൃത്തെ, ബിഗ് ബോസിൻ്റെ മാത്രമല്ല പ്രോബ്ലം ഉണ്ടാകുന്നത്. കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ ആളുകൾ തല്ലിപ്പിരിഞ്ഞിട്ട് ആ ഒരു ഷോയിൽ നിന്ന് പല ആളുകളും പുറത്തേക്ക് പോയിട്ടുള്ളത് ബിഗ് ബോസ് ഷോയിൽ അല്ലെങ്കിൽ ആ ഒരു ഏഷ്യാനെറ്റിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ടിരുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കോമഡി സ്റ്റാർസിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള പരിപാടികൾ, നിങ്ങൾ ശമ്പളം കൊടുക്കാതിരിക്കുക, എന്നിട്ട് അവരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത് പെരുമാറുക. അതിനുശേഷം അവർ മാറിയിട്ട് മറ്റ് പല ചാനൽസിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓരോ ആർട്ടിസ്റ്റുകൾ. ഓക്കെ, അപ്പം ഇത് ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഒരു കോർപ്പറേറ്റ് ചാനൽ ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് മാന്യത കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതല്ലേ? ആൻഡ് ഇതിനെ പറ്റിയിട്ട് രഞ്ജിനി ഹരിദാസ്, ബിഗ് ബോസ് സീസൺ 1 കണ്ടസ്റ്റൻ്റ് ആയിരുന്ന രഞ്ജിനി ശേഷിയാണെങ്കിൽ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതിനകത്തിൽ വിന്നർ ആവേണ്ടിയിരുന്ന ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റാണ്. അതുകൊണ്ട് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ സീസണിൽ കപ്പടിക്കാൻ യോഗ്യതയുള്ള ആരായിരുന്നു? ശിവനായിരുന്നു. അവൻ അത് ആ 2 ആഴ്ചയിൽ യോഗ്യനായിരുന്നു. അതവൻ ഇറങ്ങിയപ്പോൾ യോഗ്യനല്ലാന്ന് അവൻ തന്നെ കാണിച്ചു. കണ്ടില്ലേ? അപ്പം ഓരോ ബിഗ് ബോസ് ഷോയുടെ വിന്നറായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ പൊതുജനങ്ങളാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഇത് സീസൺ 1 ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് കൂടി എല്ലാവരും പറയുന്ന ഒരേ ഒരു പേര് സിബിൻ. ഓക്കെ, DJ സിബിൻ ആയിരുന്നു വിന്നർ ആവേണ്ടിയിരുന്നത്. അപ്പോൾ സിബിൻ ചേട്ടൻ വിന്നർ ആവേണ്ടിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. ഒരു 20% ആളുകൾക്ക് സിബിൻ ചേട്ടൻ്റെ അടുത്ത് ഒരു വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതലും ഒരു മെജോറിറ്റി 80% ആളുകൾക്കും സിബിൻ ചേട്ടനെ സപ്പോർട്ട് തന്നെയായിരുന്നു എല്ലാവരും ചെയ്തിരുന്നത്. അപ്പം അങ്ങനൊരു കണ്ടസ്റ്റൻ്റ് തീർച്ചയായിട്ടും വിന്നർ ആവാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഞാൻ മുമ്പൊരു വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ ലാലേട്ടൻ ഇത്രയും ഫയർ ചെയ്ത ആ ഒരു എപ്പിസോഡിന് ശേഷം ഒരു പക്ഷേ സിബിൻ ചേട്ടൻ നിന്നിരുന്നെങ്കിൽ ഈ ഒരു സീസണിലെ രാജാവാകാൻ ഒരു പക്ഷേ സിബിൻ ചേട്ടന് കഴിഞ്ഞേനെ അല്ലേ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് അതിനുശേഷം രഞ്ജിനി ചേച്ചി ആണെങ്കിൽ അന്ന് ജയിലിൽ കിടന്ന സമയത്താണെങ്കിൽ നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ ജാസ്മിൻ്റെ ഒരു കേസ് കൂടെ പറയുന്നുണ്ട്. അതോടെ ഇവിടെ പ്ലേ ചെയ്യാൻ ഞാനിവിടെ. ജാസ്മിൻ എന്തൊക്കെയോ ചെയ്തത് ലൈക്ക് ആ അടി ജിൻഡോ അടിച്ചിരുന്നെങ്കിൽ കളി മാറിയാനെ. അതാണ് ഈ പെണ്ണാണ് വ്യത്യാസം. പെണ്ണാണിനെ അടിക്കുമ്പോ അങ്ങനെയാണ്, പെണ്ണിനെ അടിക്കുമ്പോൾ മാത്രം പ്രശ്നമുള്ളൂ ഈ നാട്ടില്. അല്ല, അങ്ങനെയാണ്. കണ്ടില്ലേ നിങ്ങള്? സമൂഹം അങ്ങനെയാണെന്ന്. ഇക്വാളിറ്റി പറഞ്ഞല്ലേ, അതാണ് എംപവർമെന്റിന്റെ പ്രശ്നം. മനസ്സിലായില്ലേ? ഇക്വാളിറ്റി എന്താണെന്നും ഫെമിനിസം എന്താണെന്നും മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം അത്. ഈ ഒരു കേസ് കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടൻ വന്നിട്ടുള്ള 2 എപ്പിസോഡിലും വന്ന് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പം ജയിലിൽ വളരെ ഫണ്ണി ആയിട്ട് സിഗരറ്റിൻ്റെ കേസ് പറഞ്ഞ് പോയെങ്കിൽ കൂടി ജാസ്മിൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ പറ്റിയിട്ട് ലാലേട്ടൻ സംസാരിച്ചിട്ടില്ല. ഞാൻ മുമ്പും പറഞ്ഞു, ലാലേട്ടൻ ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ലാലേട്ടന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് എന്താണെന്നോ അത് ഹോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ലാലേട്ടൻ്റെ ജോലി. ഓക്കെ, അപ്പോഴും അവിടെ ജാസ്മിൻ അവിടെ ചെയ്ത കുറ്റങ്ങളൊന്നും അവിടെ പറയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. കാര്യം എന്താണ്? ഇതിൻ്റെ ഡയറക്ടർ അറിയാമല്ലോ, ഇവർ തമ്മിലുള്ള ടൈപ്പ് എന്നുള്ളത് നമുക്കറിയത്തില്ല. ഓക്കെ, ആൻഡ് ഇതിനകത്ത് വന്നിട്ട് ഇപ്പം ഇതേ സ്ഥാനത്താണെങ്കിൽ ജാസ്മിന് പകരം ജിൻഡോ ചേട്ടനാണ് ജാസ്മിൻ ഇതുപോലെ അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. ആൻഡ് ജാസ്മിൻ ജാഫർ ജിൻഡോ ചേട്ടനെ കളറിൻ്റെ പേരിൽ അധിക്ഷേപിച്ചപ്പോഴത്തേക്കിന് അതിനും ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഇതിനെ ഒന്നും ചർച്ചാ വിഷയമാക്കാൻ ലാലേട്ടനെ കൊണ്ട് കഴിഞ്ഞില്ല. കാര്യം ലാലേട്ടനെ കൊടുക്കുന്ന സ്ക്രിപ്റ്റിലെ പറ്റുള്ളൂ. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അത്രയുള്ളൊരു, അദ്ദേഹത്തിനേക്കാൾ പകുതിയുടെ പ്രായം മാത്രമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയുന്നതിൽ പക്വതക്കുറവുണ്ടായിരിക്കുക. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് എൻ്റെ ഒരു റിക്വസ്റ്റാണിത്. കാര്യം ഇത്തരം ഒരു ഷോയിൽ ലാലേട്ടൻ ഓൾറെഡി ഒരു 10, 15, 20 തലമുറയ്ക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു വെറും ഒരു ഷോ ഇത്തരം ഒരു നിലവാരമില്ലാത്ത രീതിയിലേക്ക് ഇപ്പം ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന, ഇത്രയും വലിയ കള്ളക്കളികൾ കൊണ്ടുപോകുന്ന ഈ ഒരു ഷോയിലേക്ക് തുടർന്ന് പോയി ആളുകളുടെ മനസ്സിലൊരു നെഗറ്റീവ് ഇമേജ് ലാലേട്ടൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ലാലേട്ടൻ ഇത് വിട്ടാലും ലാലേട്ടൻ എത്രയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ലാലേട്ടൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷോയിലൂടെ നിന്ന് ലാലേട്ടൻ വെറുതെ ലാലേട്ടൻ്റെ വില കളയാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.